മോള് നാളെ പോവല്ലേ? കുട്ടായി എന്നോട് പറഞ്ഞു. അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അമ്മച്ചി, ഓ ഇച്ചാൻ എന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നത്? എൻ്റെ പൊന്നു മോളെ, അവന് കല്യാണപ്രായം ആയപ്പോൾ തൊട്ട് പെണ്ണാലോചിക്കുന്നതാ. ഒരുപാട് ആലോചനകളും വന്നു. ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല. അവന് പെണ്ണെന്ന് പറഞ്ഞാൽ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി. ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അത് മോളെ. പോയി കിടക്ക്. ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള 7 ലക്ഷം ടൺ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നിർബന്ധമായിട്ടും ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ ജീവിതം ഒന്നേ ഉള്ളൂ മോളെ. നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത്. തെറ്റുകുറ്റമില്ലാത്ത ആരാ ഉള്ളേ? മോളെടുത്തുകാട് തീരുമാനം ഒന്നും എടുക്കരുത്. പോയി ആ ഫുട്ബോളിങ് എടുത്തു. ഞാൻ വന്നൊരു കോതങ്കലത്ത് കാണിച്ചാൽ കിട്ടുമെന്ന് നോക്കാം. ഓ രണ്ടുപേരും പോയിട്ട് പെട്ടെന്ന് വരണം. അമ്മച്ചി പ്രാർത്ഥിക്കും. ശരി അമ്മച്ചി. അമ്മച്ചി പോലെ അമ്മച്ചി ഒറ്റയ്ക്കാക്കരുത്. അപ്പൊ ശരി, പോയിട്ട് വരാം. പ്രിൻസ് എന്നാ ആലോചിക്കണേ? ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇച്ചിരി ടെൻഷനുള്ള വിഷയമാണ്. എന്താ? ഞാനിപ്പോൾ പ്രിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ. അപ്പം എന്നായാലും വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു മര്യാദ. പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമം ഉണ്ടാവെന്ന് പറയുമ്പോൾ മനസ്സിനാണൊരു ബുദ്ധിമുട്ട്. താനപ്പോൾ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി. എന്ത്? ഞാൻ ഒരു തരികട പാർട്ടിയാ, എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞു. എന്നെ മോശമാക്കി സംസാരിച്ചു മതി. ഇതിപ്പോൾ ഞാൻ പറയുന്ന നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യവും പറച്ചിലാവും. ഓ, അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ? യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടിക്കകത്തിരുന്ന് പഴുത്തുപോയി. അത് ഈ പെരുന്നാളിൻ്റെ തിക്കുന്നിരക്കും. ബാ, എന്തൊക്കെയുണ്ട് റിൻസി? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടിയ കാര്യം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഉവ്വ. അമ്മച്ചിയെ കാണുന്നില്ലേ? ആ പിന്നെ അമ്മച്ചെ കാണാം. എനിക്കധികം പോസ്റ്റ് തരില്ലേ, പെട്ടെന്ന് കൂടെ എത്തണം, അറിയാലോ. അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോൾ കാലിന്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുമായിരുന്നു. എന്താ താമസിച്ചേ? പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി. സമയം കിട്ടാൻ ചേട്ടാ അമ്മച്ചി. എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോകണം.
എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. മോനെ പറയുന്നേ, കല്യാണം കഴിഞ്ഞ് ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോകാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി. പറ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അമ്മച്ചി സുഖായിരിക്കുന്നു? പിള്ളേരെല്ലാം നിർബന്ധിച്ചുകൊണ്ടിരിക്കുക റിൻസാൻറ്റിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ്. അച്ചായൻ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ടോടി? നല്ല സുഖാൻറ്റി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹ. പിന്നെ അന്നേച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചേട്ടൻ്റെ മോനാ. സ്ലീവാച്ചിന്റെ ബ്രാൻഡ് ഏതാ? ഓ, അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒഴിക്കണ്ടോ, ഞാൻ ചവിടിയേക്കുവാ. പെരുന്നാളായിട്ട് സ്ലീവാച്ചിന്റെ കൂടെ അടിക്കാൻ വെച്ച് വന്നായിരുന്നു. അപ്പൊ അത് പോയി. അത് ശരി. അപ്പൊ അടിങ്ങത്തിട്ട് എത്ര ആളായി? കൃത്യമായിട്ട് പറഞ്ഞ കെട്ട് കഴിഞ്ഞപ്പോ അങ്ങ് നിർത്തി. റിൻസി, നീ അവിടെ ചെന്ന് സ്ലീവാച്ചിനാകെ അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കയും പോർക്കും ഇത് റിൻസിമോടെ സ്പെഷ്യലാ. ഡേ, നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നോ? ഡേ, ആ അതെന്നാന്നറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇനിയെങ്കിലും പരീക്ഷിക്കാലോ. കഴിക്കാം. ആ അമ്മച്ചി, ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ആ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ശരി. അതൊക്കെ പിന്നെ ചെയ്യാം. നീ അങ്ങോട്ട് ചെല്ലേ. മോനവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ശരി അമ്മച്ചി. കിടന്നില്ലായിരുന്നു? ഇല്ല. എനിക്ക് മുറി മാറി കിടന്നിട്ടാണെന്ന് അറിയില്ല, ഉറക്കം പറ്റില്ല. കുറച്ച് വെള്ളം എടുത്തരോ? ഈ പടമൊക്കെ റിൻസി വരച്ചാലേ? അതെ. അപ്പൊ കലാകാരിയാണ്. ഈ പടം എനിക്ക് മനസ്സിലായില്ല, ഇതെല്ലാത്തിന്റെ? അത് ഞാൻ വരച്ചതല്ല, പിക്കാസോൻ്റെയാ. പിക്കാസോ? പിക്കാസോ വലിയ ആർട്ടിസ്റ്റാ. എവിടുത്തായിരുന്നു? മലാക്ക, സ്പെയിൻ. ഫോറൻ പാർട്ടിയല്ലേ? എനിക്ക് കലാകാരന്മാരൊക്കെ എന്നെ ഇഷ്ടമെന്ന്. പടം വരയ്ക്കുന്നവരെ, പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാന്ന്. ഈ ദാസേട്ടൊക്കെ എന്നെ ഒരു ഒച്ചയാല്. പിന്നെ അപ്പൊ എനിക്ക് എന്നെ റിൻസിയുടെ ഭാവി പരിപാടി എന്തെങ്കിലും പഠിക്കാൻ പോകണ്ടോ, അതോ എന്തെങ്കിലും ജോലിക്ക് പോകണ്ടോ? എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ വെള്ളം ഇവിടെ വെച്ചേക്കാവോ? എന്താ പറയുക, ഞാൻ കിടക്കട്ടെ. വെളുപ്പിനങ്ങ് പോകണല്ലേ. അപ്പോൾ ശരി. ഇനിയിപ്പോൾ വെളുപ്പിന് യാത്ര വരാൻ പറ്റിയില്ലെങ്കിലോ? ഈ മുറിയിൽ ഭയങ്കര ചൂടാ. വാതിലോർന്ന് ഇറന്നോട്ടെ, കുറച്ച് കാറ്റ് കയറുമല്ലോ. എന്നാ ശരി. ഇച്ഛാശരിക്ക് തീരുമാനിച്ചുറപ്പിച്ചോ? എന്നെ വെച്ച് നമ്മൾ പിരിയാണോ? അങ്ങനല്ലേ? അങ്ങനെയാണോ? പ്രിൻസി അല്ലേ പറഞ്ഞ
എന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന്. ഞാനൊന്നുകൂടെ കംഫർട്ടല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഇച്ചാനോ? വന്ന് ഷെഡ്സി, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് പിരീഡിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന്. എനിക്കെന്നെ ഇഷ്ടമാണെന്നറിയോ റിൻസിനെ. റിൻസിക്ക് വിഷമായിരിക്കാൻ വേണ്ടിയിട്ടാ റിൻസി പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്ത്. ഇപ്പം വീട്ടിൽ കൊണ്ടാക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടാ. എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്ന പോലും ദേഷ്യമെന്ന. ഇതൊക്കെ ഒന്നും തുറന്നു പറയാൻ പറ്റണ്ടേ? ഇപ്പോൾ ഉണ്ടല്ലോ സംഗീതം എന്നടക്കം ഇറങ്ങിപ്പോരു സുഖമില്ലേ? എന്നാ എന്നാ പറ്റി? ഞാനെന്ന് ഇവിടെ കിടക്കണേ. ഞാൻ പ്രിൻസിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.